മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് വിചിന്തനത്തിനായി എടുക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ സെബദി പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയെക്കുറിച്ചാണ് സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഈ വചനഭാഗത്തിലൂടെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ സൗഭാഗ്യത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് നാം അകന്നു പോകുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചും സുവിശേഷം നമ്മോട് സംസാരിക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ സൗഭാഗ്യത്തെക്കുറിച്ച് വചനം നമ്മോട് സംസാരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായി ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അനുയായികൾക്ക് ഈശോ മാറ്റിവെച്ചിരിക്കുന്ന സമ്മാനമാണ് ദൈവരാജ്യത്തിൽ അവിടുത്തെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള അനുവാദം നൽകുക എന്നത്. അധികാരമോഹം കൊണ്ട് ആ അമ്മ ചോദിച്ചതാണെങ്കിലും അതിൻ്റെ മറുവശത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ആഹ്വാനവും അതിൻ്റെ പിന്നിലുണ്ട്. മക്കൾക്ക് നല്ല സ്ഥാനങ്ങൾ ലഭിക്കണമെന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. നല്ല വിദ്യാഭ്യാസം നൽകുക, നല്ല ജോലി നേടാൻ അവരെ ഒരുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുക, നല്ല ജീവിത ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ, ഗുരുഭൂതരുടെ, ആത്മീയ ഗുരുക്കന്മാരുടെ കടമയാണ്. എന്നാൽ ധനവും സ്ഥാനങ്ങളും സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിൽ മാതാപിതാക്കളും മക്കളും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് സെബദി പുത്രന്മാരുടെ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൽ ഈശോയുടെ അടുത്ത് ഇരിക്കാൻ യോഗ്യരാകത്തക്ക രീതിയിലുള്ള ജീവിതം നയിക്കുക, അപ്രകാരം ജീവിക്കാൻ മക്കളെ, മറ്റുള്ളവരെ ഒരുക്കുക എന്നുള്ളത്. അതിനുള്ള യോഗ്യത എന്തെന്നാൽ ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ സ്വീകരിക്കാൻ അൽഫോൻസാമിയെപ്പോലെ തന്നെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു വാഴ്ത്തപ്പെട്ട ഹെൻറി സൂസോ. ദൈവത്തിൽ നിന്നും സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയിരുന്നു അദ്ദേഹം. തൻ്റെ സഹനങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ദൈവകരങ്ങളെ സമർപ്പിക്കാൻ ഉത്സുകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എപ്പോഴും കഷ്ടത അനുഭവിക്കുന്നവനായി അദ്ദേഹത്തെ എല്ലാവരും കണ്ടിരുന്നുള്ളൂ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹനങ്ങളെല്ലാം കുറഞ്ഞ കുറേ ദിവസങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം തന്നെ മറന്നിരിക്കുന്നു എന്ന്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം കുറേ പേർ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗൂഢാലോചനയെപ്പറ്റി അദ്ദേഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ദൈവം എന്നെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. എന്നാൽ വിദ്യാസമ്പന്നയും സുന്ദരിയുമായ ഒരു കത്തോലിക്ക യുവതി ഒരിക്കൽ ഇടവക വൈദികനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ദേവാലയത്തിൽ കയറിയാൽ ഏറ്റവും പിന്നിലോ പള്ളി തൂണുണ്ടെങ്കിൽ അതിൻ്റെ മറവിലോ നിന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം എന്തെന്നോ, കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം നോക്കി പ്രാർത്ഥിച്ചാൽ നല്ല സമ്മാനം തന്നെ കിട്ടും. അതിനാൽ ഒഴിഞ്ഞു നോക്കലാണ് നല്ലത്. എന്താണ് ഈ നല്ല സമ്മാനം എന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞു, വേദനകൾ, രോഗങ്ങൾ, സഹനങ്ങൾ, വേർപാടുകൾ, ഇവയൊക്കെ തന്നെ. ജീവിതത്തിലെ സഹനങ്ങളോടുള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ സമീപനങ്ങൾ. എന്നാൽ
സുവിശേഷത്തിൽ ഈശോ പറയുന്നത് എന്താണ്? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകാനാണ് എന്നാണ്. ഉരുകി പ്രകാശം നൽകുക എന്ന മെഴുകുതിരിയുടെ ദൗത്യം പോലെ നമുക്കും മറ്റുള്ളവർക്കായി ഉരുകാം, ഇല്ലാതാകാം. ഉള്ളറിയുന്നവർക്ക് വേണ്ടി, ഉറ്റവർക്ക് വേണ്ടി ഉരുകുമ്പോൾ ഉണ്ടാകുന്ന നോവ് നന്മയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്, കരുതലിൻ്റെതാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള, ഉറ്റവരുടെ പുഞ്ചിരിക്ക് വേണ്ടിയുള്ള സഹനങ്ങൾ നമുക്കും സന്തോഷത്തോടെ ഏറ്റെടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനങ്ങൾ, ത്യാഗങ്ങൾ നമ്മെ ദൈവരാജ്യത്തിൽ ഈശോയോടൊപ്പം ഇരിക്കാൻ നമ്മെ യോഗ്യരാക്കും. ഇനി ക്രിസ്തുവിൽ നിന്ന് നാം അകന്നു പോകുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചും സുവിശേഷം നമ്മോട് സംസാരിക്കുന്നു. മോറി ബുഗാട്ട് എന്ന 92കാരനെ കുറിച്ച് വായിക്കാനിടയായി. തൻ്റെ കിടക്കയിൽ ഒതുങ്ങിപ്പോയിട്ടും മിഷിഗണിൽ ഭവനരഹിതരായവർക്ക് വേണ്ടി 8000-ലധികം തൊപ്പികൾ തുന്നി ഈശോയുടെ ശുശ്രൂഷ മനോഭാവത്തെ അടുത്തനുകരിച്ച ഒരു വന്ധ്യവയോധികൻ. തൻ്റെ ആരോഗ്യത്തിലോ പരിമിതിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ബുഗാട്ട് തനിക്കപ്പുറത്തേക്ക് നോക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തൻ്റേതിന് മുകളിൽ വയ്ക്കേണ്ടതിന് തന്നാൽ കഴിയുന്നത് ചെയ്യാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോകുന്നത് വരെ ഇത് ചെയ്യും എന്നാണ് അദ്ദേഹം ഒരിക്കൽ പങ്കുവെച്ചത്. അദ്ദേഹത്തിന് തൊപ്പി ലഭിച്ചവരെ മിക്കവർക്കും അദ്ദേഹത്തിൻ്റെ കഥയോ ഒരു തൊപ്പി നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ത്യാഗം ചെയ്തു എന്നോ അറിയില്ലെങ്കിലും സ്നേഹത്തെ സ്ഥിരോത്സാഹം ചെയ്ത മോറിയുടെ ഈ ലളിത പ്രവൃത്തി ഇന്ന് ലോകമെമ്പാടും ആളുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. നമ്മിലുള്ള താഴ്മയോട് കൂടിയുള്ള സേവന മനോഭാവം എന്തുമാത്രം നമ്മെ ക്രിസ്തുവുമായി ചേർത്ത് നിർത്തുന്നു, ഒന്നിപ്പിക്കുന്നു എന്ന് തിരുവചനവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഏതാണ് ആ മനോഭാവം? ദൈവമായിരുന്നിട്ടും ദാസന്റെ രൂപത്തിൽ ശുശ്രൂഷിക്കാൻ കടന്നു വന്ന ഈശോയുടെ മനോഭാവം. തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന്. വീണ്ടും അവിടുന്ന് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണമെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടേണ്ടതിൻ്റെയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ ശിഷ്യർക്ക് ബോധ്യം നൽകുകയാണിവിടെ. പ്രിയമുള്ളവരെ, ഈശോയോട് ചേരണമെങ്കിൽ നാം ഈശോയുടെ ജീവിത മൂല്യങ്ങൾ സ്വന്തമാക്കണം. എല്ലാം ഉപേക്ഷിച്ച് സ്വയം ശൂന്യനായ ഈശോയെപ്പോലെ എളിമയും ശുശ്രൂഷ മനോഭാവവും നിറഞ്ഞവരാണെങ്കിൽ മാത്രമേ നാമും ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവരാകൂ. എവിടെ നാം താഴാൻ വിമുഖത കാണിക്കുന്നുവോ, എവിടെ നാം ശുശ്രൂഷ ചെയ്യാനുള്ള അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവോ, അവിടെ നാം ഈശോയിൽ നിന്ന് അകന്നു പോകുന്നു. നമുക്കും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ പ്രതിയുള്ള സഹനങ്ങൾ മുറുമുറുപ്പൊന്നും കൂടാതെ സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ ഈശോയോടൊപ്പമായിരിക്കാനുള്ള സൗഭാഗ്യം സ്വന്തമാക്കാൻ. മറ്റുള്ളവർക്ക് ഈശോയെ പ്രതി താല്പര്യത്തോടെ ശുശ്രൂഷ ചെയ്ത് ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ തിരുമണിക്കൂറിൽ ദിവ്യകർണ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ അങ്ങേ അടുത്തനുഗമിക്കുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുകയാണ്. അങ്ങയോടൊപ്പം
അങ്ങയുടെ ജീവിതയാത്രയിലൂടെ ഞങ്ങളും കടന്നു പോവുകയാണ്. പലസ്തീനായിടത്തിൻ്റെ വീഥികളിലൂടെ വിളംബരങ്ങളില്ലാതെ, അകപടികളില്ലാതെ അവൻ നടന്നു നീങ്ങി. പ്രത്യേകതകളൊന്നും തന്നെ അവനിൽ കണ്ടില്ല. ഒരു സാധാരണ തച്ചൻ. എല്ലാവരും അവനിൽ ആകർഷിതരായി. ഗലീലിക്കടലിൻ്റെ ഓളങ്ങളിലേക്ക് അവനതാ നടന്നെടുക്കുന്നു. ദരിദ്രരായ മുക്കുവരുടെ അടുത്തേക്ക്. ജോലികളിൽ വ്യാപൃതരായിരുന്ന അവർ അവനെ ഒന്ന് നോക്കി, അതെവിടെയോ ഒന്ന് ഉടക്കി. ഗുരു വാചാലനായില്ല. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഒന്നും ഉരിയാടാതെ തികച്ചും അപരിചിതനായവന്റെ പിന്നാലെ യാതൊരു സങ്കോചവും കൂടാതെ ആ മുക്കുവർ നടന്നു നീങ്ങുന്നു. ജീവിതം എങ്ങോട്ടെന്നോ വിളിച്ചവൻ ആരെന്നോ ചിന്തിക്കാതെയുള്ള അനുഗമനം, തികച്ചും അന്ധതയിലേക്കുള്ള എടുത്തുചാട്ടം. പിന്നെയും അനേകരെ അവൻ കൂട്ടിച്ചേർത്തു. തീർത്തും നിസ്വർ. സമൂഹം തള്ളിക്കളഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും തിരസ്കൃതരായവരുമൊക്കെ. ഈശോയെ, ഞങ്ങളും ഒന്നുമല്ലാത്തവരായിരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരിക്കാം. ഇവിടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവർ കാണാം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടായിരിക്കാം. ജോലി സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടായിരിക്കാം. ഏകാന്തതയിലും ദുഃഖത്തിലും കഴിയുന്നവരുണ്ടായിരിക്കാം. എങ്കിലും പ്രിയ മകനെ, മകളെ, നീ ഒന്നോർക്കുക, ഇപ്പോൾ നീ ദിവ്യകന സന്നിധിയിലായിരിക്കുന്നത് അവൻ്റെ പ്രത്യേകമാമുള്ള വിളിയാലാണ്. നീ നിന്റെ ഈ വിഷമ സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന അവസരങ്ങളിലും നീ നിന്റെ ദിവ്യമായ കർത്താവിന് മുമ്പിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ പ്രത്യേകമായി വിളിച്ചിട്ടല്ലേ? അതെ, അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് മകനെ. അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് മകളെ. അതുകൊണ്ടാ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ സ്നേഹം നമുക്കൊരു നിമിഷമൊന്ന് അനുഭവിക്കാം. ഒരു നാൾ ഗുരുവത ജോർദാനിലേക്ക് നടന്നു നീങ്ങുന്നു. അനുതാപികളോടൊപ്പം നിൽക്കുന്നു. അഗ്നിസ്നാനം നൽകുന്നവൻ അനുതാപ സ്നാനത്തിന് അണഞ്ഞിരിക്കുന്നു. ചെറുതാകളിന്റെ മഹത്വം വലുപ്പത്തിലേക്ക് നയിക്കുന്നു. പ്രിയമുള്ളവരെ, നാമം ചെറുതായി പോയി എന്ന് വിചാരിക്കുന്നുണ്ടോ? അംഗീകാരം കിട്ടേണ്ടിടത്ത് കിട്ടാതെ പോയി എന്ന് കരുതുന്നുണ്ടോ? ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ?
പ്രിയമുള്ളവരെ ഓർക്കുക, ഈ ദിവ്യഗാന സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദിവ്യഗാനത്തേക്കൊന്ന് നോക്കുക. ഈ അപ്പമായിരിക്കുന്നവൻ ചെറുതായതാണ്. ഈ അപ്പമായിരിക്കുന്നവൻ പല സ്ഥലങ്ങളിലും ചെറുതായവനാണ്. അംഗീകരിക്കപ്പെടാത്തവനാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്, കുറവുകളാൽ മുദ്ര കുത്തിയവനാണ്. അവന്, ആ ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ദിവ്യഗാന സന്നിധിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഒരു നിമിഷം നമ്മുടെ എല്ലാ അവസ്ഥകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ സന്നിധിയെ നമുക്കായിരിക്കാം. ഈശോയുടെ ജീവിതത്തിലുടനീളം അവനോടൊപ്പം ഉണ്ടായിരുന്നത് സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഗുരുവും അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ പാർക്കാൻ ഒരിടമോ ഇല്ലാത്തവൻ. ഒരു നാൾ ഒരുവൻ യേശുവിനെ ഒരു നോക്ക് കാണാൻ ഒത്തിരി കൊതിച്ചു. ഒന്ന് കണ്ടാൽ മാത്രം മതി. പക്ഷേ അത് അസാധ്യമാണ്. കള്ളനല്ല, ചുങ്കക്കാരൻ, പിടിച്ചുപറിക്കാരൻ സക്കേവൂസ്. ആരും മൈൻഡ് ചെയ്യാത്തവൻ. എങ്കിലും അവൻ ആഗ്രഹിച്ചു. വഴിയും കണ്ടെത്തി. മുമ്പേ ഓടി കള്ളൻ സക്കായി സിക്കമോർ മരത്തിൽ കയറി ഇരിപ്പായി. മനോമുകുരങ്ങൾ വായിച്ചെടുക്കുന്നവൻ അവൻ്റെ ഹൃദയത്തെ കീഴടക്കി. വിളിച്ചിറക്കി വീട്ടിലെത്തി. ഗുരുവിനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചവൻ സ്വന്തമാക്കി വിരുന്നു വിളമ്പി. ജീവിതം മുഴുവൻ പങ്കുവെച്ച സക്കേവൂസ് തന്നെ തങ്കമാണോ എന്നറിയാൻ കർത്താവ് മാറ്റുരച്ചു നോക്കിയ അമൂർത്ത നിമിഷം. അവനെ ഒരുക്കി ശുദ്ധി ചെയ്ത് തനി തങ്കമാക്കി രൂപാന്തരപ്പെടുത്തി. അവൻ രൂപമുള്ളവനായി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനായി. പ്രിയമുള്ളവരെ, നമ്മളും ഇതുവരെയും പല പാപാവസ്ഥയിലായിരിക്കും ജീവിച്ചിരിക്കുന്നത്. എങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് ഈ നിമിഷങ്ങളിൽ ഈശോയുടെ അടുത്ത് ആയിരിക്കുകയാ. ഒന്നും കാണാൻ ആഗ്രഹിച്ച്, ഒരു അനുഗ്രഹത്തിനായി കൊതിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവനും പല വേളകളിൽ പല സാഹചര്യങ്ങളിൽ നമ്മുടെ മാറ്റുരച്ചു നോക്കും. തനി തങ്കമാണോ എന്നറിയാൻ ആ സാഹചര്യങ്ങളിൽ വേവലാതിപ്പെടാതെ കണ്ണീരൊഴുക്കാതെ അവന് കീഴടങ്ങാം. അതിനായി, അനുഗ്രഹത്തിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം.
ചുങ്കക്കാരോടും പാപികളോടും ഒപ്പമായിരുന്നു ഈശോ. ചുങ്കക്കാരോടും പാപികളോടും ഒപ്പമായിരുന്നു ഈശോയുടെ വിരുന്നുകളെല്ലാം. ശിഷ്യ സമൂഹത്തിലും തിരസ്കൃതരായവരും സമൂഹം മാറ്റി നിർത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. ചുങ്കസ്ഥലത്തിരുന്ന ലേവിയെ ദൈവദാനമാക്കി മാറ്റിയ ഈശോ എല്ലാവരാലും നിഷേധനായിരുന്നവനെ അന്വേഷനാക്കി മാറ്റിയ ഈശോ അവന്റെ ഭവനത്തിന് വിരുന്നിരുന്നു. അവിടെയും ഗുരുവിനെ തേടിയെത്തിയവർ പാപിനിയായവൾ പാദക്ഷാളനത്തോടൊപ്പം പങ്കുപറ്റി പരിശുദ്ധ സ്നേഹം. തൻ്റെ ജീവിതത്തിലെ ഞെരിപ്പൊടനുഭവങ്ങളെ, ഞെരിഞ്ഞമർന്ന ജീവിത ദുഃഖങ്ങളെ കണ്ണീരുകൊണ്ട് കഴുകി വെളുപ്പിച്ചു അവൾ. കൃത്രിമത്വത്തിൻ്റെയും നശ്വരതയുടെ പിന്നാലെയാണ് അവൾ പരക്കം പാഞ്ഞത്. തൻ്റെ നശ്വരതയുടെ സുഗന്ധങ്ങളും ചാരുതകളുമെല്ലാം അവൾ അനശ്വരനായവൻ്റെ പാദാന്തികെ ഒഴിച്ചു. വിലപിടിച്ചവയെന്ന് പലരും അവളെ കുറ്റപ്പെടുത്തി. അപ്പോഴും ഗുരു ഒന്നും ഉരിയാടിയില്ല. പക്ഷേ ആ ഹൃദയഗതങ്ങൾ അവൾ ഒപ്പിയെടുത്തു. ജീവിതമാകുന്ന കൽഭരണി ഗുരുവിൻ്റെ പാദത്തിങ്കൽ തച്ചുടച്ചു. പുതുവീഞ്ഞിൻ്റെ നിറകുടവുമായി ആ പാദങ്ങളെ പിന്തുടർന്നു. പിന്നീട് അവൾ തിരിഞ്ഞു നോക്കിയില്ല, തിരിഞ്ഞു നടന്നില്ല. നേടിയെടുത്തവൻ്റെ നേട്ടങ്ങളുടെയും നേതൃത്വത്തിൻ്റെ നേർമ അവൾ നേടിയെടുത്തു. നമുക്കും തിരുസന്നിധിയിലായിരിക്കാം. പശ്ചാത്താപത്തോടെ, പാപബോധത്തോടെ നമ്മുടെ കണ്ണീര് കൊണ്ട് അവൻ്റെ കാലുകൾ നമുക്ക് കഴുകാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വെടിപ്പാക്കാം. ഈ നോമ്പ് കാലത്ത് ഈശോ അതല്ലേ പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ വെണ്മ, നമ്മുടെ പരിശുദ്ധി. അതല്ലേ, അതിനു വേണ്ടിയല്ലേ അവിടുന്ന് പീഡാസഹനവും കുരിശുമരണവും എല്ലാം ഏറ്റെടുത്തത്? അതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ? അവൻ ആഗ്രഹിച്ചത് നമ്മിൽ നിന്ന് ഇവയൊക്കെയല്ലേ? തിരുസന്നിധി നമുക്ക് കണ്ണീരോടെ ആയിരിക്കാം. ഈശോയെ, എൻ്റെ എല്ലാ പാപാവസ്ഥകളെയും ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കിണറിൻ വക്കത്ത് കരുതലിൻ്റെ സ്നേഹവുമായി കാത്തിരുന്ന് സമരിയക്കാരിയെയും ഈശോ നേടി. നട്ടുച്ചയ്ക്ക് ആരും കാണാതെ അവൾ കാടിക്കുടവുമായി എത്തി. പക്ഷേ സ്നേഹത്തിന് നിറകുടവുമായി ഗുരു അവൾക്ക് മുമ്പേ അവിടെ എത്തി. ജീവിതത്തിൻ്റെ കയ്പ് നിരകൾ നിറച്ചെടുത്ത അവൾ, പാപിനിയായ അവൾ, മിശിഹാനുഭവം സ്വന്തമാക്കി കാടിക്കുടം കളഞ്ഞ് സ്നേഹം പ്രഘോഷിക്കുവാൻ അവൾ പട്ടണത്തിലേക്ക് ഓടി. ഏകാന്തതയോടെ തടവറയിലായിരുന്ന അവൾ ജനമധ്യത്തിലേക്കെത്തുന്നു. ആ സമയത്ത് ആരും അറിയാതെ വെള്ളത്തിനായി വരുന്നവൾ പരസ്യമായി കടന്നു വന്നു. ഗുരുവിൻ്റെ കരുതലുള്ള സ്നേഹം അവളുടെ ജീവിതത്തിന് നിറമായി മാറ്റുരയ്ക്കപ്പെട്ട പൊന്നായി തീർന്നു. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ പല ജീവിത അനുഭവങ്ങളും മാറ്റുരയ്ക്കപ്പെട്ട പൊന്നായി തീരേണ്ടവൾ, മാറ്റുരയ്ക്കപ്പെട്ട പൊന്നാണ് താനെന്ന് തെളിയിക്കേണ്ട അവസരങ്ങളാണ്. ഒത്തിരിയേറെ
തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയേക്കാം. എന്നാൽ നമ്മുടെ ഒറ്റ പ്രവൃത്തിയിൽ, നമ്മുടെ ഒറ്റ കണ്ണീരിൽ, നമ്മുടെ ഒറ്റ ഏറ്റുപറച്ചിലിൽ അതെല്ലാം മറക്കുന്നവരാണ് നമ്മുടെ ഈശോ. ആ തിരുസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് ആ തിരുപാദത്തിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കാം. ശ്രേഷ്ഠ ശിഷ്യനായ പത്രോസിനെയും ഈശോ ഉറപ്പുള്ളവനാക്കി. കാറ്റുതൊലിയുന്ന ഞാങ്ങണയായിരുന്നവനെ കേപ്പായാക്കി. ഉപേക്ഷിക്കില്ലെന്ന് കട്ടായം പറഞ്ഞവൻ 3 ആവർത്തി തള്ളിപ്പറഞ്ഞു. വലിയും വള്ളവും ഉപേക്ഷിച്ചവൻ ഗുരുവിനെ മറന്ന് വീണ്ടും കടലിലേക്ക് പോയി. എടുത്തു ചാടി പ്രവർത്തിച്ചവൻ, വാളെടുക്കരുതെന്ന് ഓതിയിട്ടും ചെവി മുറിച്ചവൻ, വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്തവൻ, ആലോചനയില്ലാതെ അഭിപ്രായം പറയുന്നവൻ. എന്നിട്ടും ഗുരു അവനെ സ്നേഹിച്ചു, അഗ്രഗണ്യനാക്കി, താക്കോൽ ഏൽപ്പിച്ചു. അവനിലെ തങ്കത്തെ ഗുരു കണ്ടു, പൊടിതട്ടി ഒരുക്കി ശുദ്ധി ചെയ്ത് രൂപപ്പെടുത്തി. വെട്ടിത്തിളങ്ങുന്ന, ഒരിക്കലും ഒളിമങ്ങാത്ത, പിന്തള്ളപ്പെടാത്ത തനി തങ്കമാക്കി. ഈശോയെ, പത്രോസ്ലീഹായെ പോലെ ഞങ്ങളും പലപ്പോഴും എടുത്തു ചാടുന്നവരാണ്. ഇവിടെ വന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു ചെന്ന് കുറ്റം പറയുന്നവരായിരിക്കാം. അങ്ങയെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ലോകമോഹങ്ങളിൽ അടിമപ്പെട്ടവരായിരിക്കാം. ഈശോയെ, എങ്കിലും അങ്ങ് ഞങ്ങളെ തനി തങ്കമാക്കാൻ, ഒളിമങ്ങാത്ത, പിന്തള്ളപ്പെടാത്ത, വെട്ടിത്തിളങ്ങുന്ന തനി തങ്കമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കരുണയായിരിക്കണമേ. തൊട്ടതും തൊട്ടവരും എല്ലാം ഈശോയെ അറിഞ്ഞ് അനുഭവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അവൻ വിരുന്നിനെത്തും. അവൻ വിരുന്നിനെത്തും. ആ സമയത്തിനായി കാത്തിരിക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഈശോ ഇടപെടും. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അമൃത് പകർന്നു തരും. അവൻ്റെ മാധുര്യം അനുഭവിച്ചെങ്കിലേ എൻ്റെ പകർന്നു നൽകലും മാധുര്യമാവുകയുള്ളൂ. നമ്മുടെ സാന്നിധ്യം, ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ സാന്നിധ്യം
സൗഖ്യപ്രദമാകണം. ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ സാമീപ്യം സൗഖ്യപ്രദമാകണം. സാന്നിധ്യം അനുഗ്രഹദായകമാകണം. മൊഴികൾ സാന്ത്വന വചസ്സുകളാകണം. മിഴികൾ കരുണാർദ്രങ്ങളാകണം. ക്രൈസ്തവ ജീവിതം ഒത്തിരിയേറെ പ്രതിസന്ധികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലാമാകാനുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് ആയിരിക്കുന്നിടത്തേക്ക് പ്രയാണം ചെയ്യുന്നതിന് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അഗ്നി സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസവും ബോധ്യങ്ങളും ജീവിതത്തിന് മുതൽക്കൂട്ടായിരിക്കണം. അതിന് നമ്മുടെ തിരുസഭയുടെ കൂടിയായിരുന്ന് തിരുസഭ അധികാരികളുടെ കീഴിൽ അവർ തരുന്ന നല്ല നല്ല ഉൾക്കാഴ്ചകളൊക്കെ സ്വീകരിച്ച് ബോധ്യവൃക്ഷ ചുവട്ടിൽ പോയിരുന്ന് സക്രാരിയാകുന്ന ബോധ്യവൃക്ഷ ചുവട്ടിൽ പോയിരുന്ന് ദിവ്യകാരുണ്യമാകുന്ന അമൃത് ആസ്വദിക്കണം. ബലിക്കല്ലിൽ നിന്ന് നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും ആരംഭിക്കാൻ സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ കുർബാന അർപ്പിക്കുന്നവരാകാതെ കുർബാന കാണുന്നവർ മാത്രമായി പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ആഘോഷിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ്, ആകർഷിക്കപ്പെടേണ്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാം സാധ്യമായവൻ്റെ അടുക്കലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നേ ദിവസങ്ങളിൽ ഏകാന്തതയിൽ മനസ്സ് തളർന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ തൊമ്പരങ്ങളോടെ ദുഃഖങ്ങളോടെ ഏകാന്തതയുടെ തടവറയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 46:10 ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. മത്തായി 11 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലിന് വിനീത ഹൃദയമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ തിരുവചനങ്ങളുടെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ തിരുവചനത്തിൻ്റെ അനന്ത ശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. സങ്കീർത്തനങ്ങൾ 121 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിന് കുളിർമ നൽകണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 11 തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. 2 ദിനവൃത്താന്തം 14:11. കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം സങ്കീർത്തനങ്ങൾ 34:17. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. യേശയ്യാ 41:13. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. സങ്കീർത്തനങ്ങൾ 10:14. അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 തിരുവചനം. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രഭാഷകൻ 2:6. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. സങ്കീർത്തനങ്ങൾ 34:17-18. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ്
സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കുളിർമ നൽകണമേ. ഈശോയെ, തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളെ, വേദനകളെ, ഒറ്റപ്പെടുത്തലുകളെ, പ്രതിസന്ധികളെ, നിരാശതുല്യമായ കാരണങ്ങളെ, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ അങ്ങയെ അടുത്ത് അനുഗമിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയെപ്പോലെ അനേകർക്ക് മോചദ്രവ്യമായ അനേകർക്ക്, അത് ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കാം, ഭർത്താവിന് വേണ്ടിയാൽ അത് പക്ഷേ ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയായിരിക്കാം, മക്കൾക്ക് വേണ്ടിയായിരിക്കാം, മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഞാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കാം. അവർക്ക് വേണ്ടി ഒരു മോചന ദ്രവ്യമായി എൻ്റെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാൻ ദിവ്യകരുണാനാഥ അനുഗ്രഹിക്കണമേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നപ്പോൾ ഈശോയെ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ നിരവധിയായ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തിരുസന്നിധി ഞങ്ങളായിരിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. മണ്ണിന്റെ രൂപങ്ങൾ ഏറ്റെടുക്കാൻ വിണ്ണിലെ ഭാവങ്ങൾ വിട്ടെറിഞ്ഞ്, മണ്ണിന്റെ രൂപങ്ങൾ ഏറ്റെടുക്കാൻ വിണ്ണിലെ ഭാവങ്ങൾ വിട്ടെറിഞ്ഞ്, മർത്യനായി തീർന്നൊരൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾക്ക് ആരാധന. മർത്യനായി തീർന്നൊരൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾക്ക് ആരാധന. മർത്യരാം ഞങ്ങൾക്ക് ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. നിണമാർന്ന കണ്ണീരിൻ വേളകളിൽ കാണുന്നു നിൻ രൂപം ഹൃത്തടത്തിൽ. നിണമാർന്ന കണ്ണീരിൻ വേളകളിൽ കാണുന്നു നിൻ രൂപം ഹൃത്തടത്തിൽ. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾക്ക് ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾക്ക് ആരാധന. മർത്യരാം ഞങ്ങൾക്ക് ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ